അപ്പൊ ജെയിംസ് സാർ, ഈ ഹമാസ് നിരായുധീകരിക്കണമെന്ന ആവശ്യം ഹമാസ് തള്ളി, അവിടെ വീണ്ടും രൂക്ഷമാകുന്നു. മാത്രമല്ല, ഈ നിരായുധീകരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ ഹമാസ് തള്ളുമെന്ന് അറിയാലോ. അപ്പൊ വെടിനിർത്താൻ ഇസ്രായേലിന് താല്പര്യമില്ല, ഒന്നു തീർക്കാനാണ് താല്പര്യം. ഗുഡ് മോർണിംഗ് SKN, ഗോപികൃഷ്ണൻ, ഹാഷ്മി. എന്തായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധം അടുത്തൊന്നും തീരുമെന്നുള്ള ലക്ഷണമില്ല SKN. എന്ന് മാത്രമല്ല, അത് കൂടുതൽ ശക്തി പ്രാപിക്കാനാണ് സാധ്യത. കൈറോയിൽ നടന്ന ചർച്ചയിൽ ഇസ്രായേലിനോട് ഹമാസ് ആവശ്യപ്പെട്ടതും തിരിച്ചാവശ്യപ്പെട്ടതും രണ്ടും പൂർത്തീകരിച്ചിട്ടില്ല. ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടത് ഗസ വിട്ടു പോകണം, പിന്മാറണം, യുദ്ധം അവസാനിപ്പിക്കണം, എന്നാൽ മാത്രമേ ബാക്കിയുള്ള ബന്ദികളെ വിട്ടുകൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. തിരിച്ച് ഈ ഹമാസ് എന്ന സായുധ സംഘടന നിരായുധീകരണം നടത്തണം, അവർ സൈന്യമല്ലാതാവണം, ആയുധം ഉപേക്ഷിക്കണം, ഹമാസ് എന്ന സംഘടന പിരിച്ചുവിടണം എന്നുള്ള ആവശ്യമാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചത്. അത് ഹമാസ് തള്ളിക്കളഞ്ഞതോടെ ചർച്ച, രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ച പൊളിഞ്ഞു. ഇസ്രായേലിൻ്റെ ആക്രമണം അതിശക്തമായി നടക്കുകയാണ്. 20-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ വരുന്നത്. എന്തായാലും മരണസംഖ്യ ഏതാണ്ട് 60,000-ൽ കൂടുതൽ എത്തിയിരിക്കുന്നു. അതിൽ 70% സ്ത്രീകളും കുട്ടികളുമാണ്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് അമേരിക്ക ഈ മണിക്കൂറുകളിൽ 15 തവണ യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ ബോംബ് വർഷം നടത്തിയിരിക്കുന്നു. ഹൂതികളുമായിട്ട് അമേരിക്കയും ഹൂതികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഹൂതികൾ രണ്ടാം തവണയും ഇസ്രായേലിലേക്ക് മിസൈൽ അയച്ചു. ഇതിനിടയിൽ ഒരുപക്ഷെ SKN നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്ന വാർത്തകൾ വരുന്നത് അമേരിക്കയിൽ നിന്നാണ്. അവിടെ ട്രംപ് ലോക പ്രശസ്തമായ ഹാർവാർഡ് സർവകലാശാലയ്ക്ക് നൽകിയിരുന്ന ഗ്രാൻഡ്, 17,000 കോടിയുടെ ഗ്രാൻഡ് തടഞ്ഞു വെച്ചു എന്ന വാർത്ത വന്നിരിക്കുന്നതിന് കാരണം ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ ആണ്. അവിടുത്തെ പാലസ്തീനെ പിന്തുണയ്ക്കുകയും ഇസ്രായേൽ വിരുദ്ധ നിലപാടെടുക്കുകയും ചെയ്യുന്നു എന്ന പേരിലാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയെ അതിൻ്റെ പേരിൽ ട്രംപിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ പറഞ്ഞൊരു ഇൻഡാസ് അയച്ചു. അത് അവർ തള്ളിക്കളഞ്ഞു. അതിൻ്റെ പേരിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിക്ക് ട്രംപ് ഭരണകൂടത്തിൻ്റെ 17,000 കോടിയുടെ സഹായം തടഞ്ഞിരിക്കുന്നത്. ഇത് ആദ്യമായിട്ടാണ് അമേരിക്കയുടെ ചരിത്രത്തിൽ ഇത്രയും പ്രശസ്തമായിട്ടുള്ളൊരു സർവകലാശാലയ്ക്കുള്ള സർക്കാർ ഗ്രാൻഡ് തള്ളിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, കൊളംബിയ യൂണിവേഴ്സിറ്റിയിലും അമേരിക്കയിലെ ഇതേ പ്രശ്നമുണ്ടായി. ഇപ്പോൾ അവർ കൊളംബിയ ഒരു പരിധിവരെ ട്രംപിനെ അംഗീകരിച്ചിരിക്കുന്നു, അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിൽ ഏറ്റവും വലിയതുണ്ടായിരിക്കുന്നത് പാലസ്തീൻ പ്രശ്നത്തിന് വേണ്ടി അവിടെ സമരം നയിച്ചിരുന്ന കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ മൊക്സൻ എന്ന വിദ്യാർത്ഥി നേതാവിനെ പിടിച്ചുകൊണ്ടുപോയി അവർ വിലങ്ങ് വെച്ചിരിക്കുകയാണ്. അത് വളരെ നാടകീയമായിട്ടാണ്. US സിറ്റിസൺഷിപ്പിന് വേണ്ടി അവിടെ എംബസിയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ US സിറ്റിസൺഷിപ്പിൻ്റെ ലാസ്റ്റ് കടമ്പയിൽ നിൽക്കുമ്പോഴാണ് അറസ്റ്റ് ചെയ്ത് വിലങ്ങ് വെച്ച് കൊണ്ടുപോയത്. അപ്പോൾ പാലസ്തീൻകാർക്കെതിരെ അമേരിക്കയിൽ വലിയ രീതിയിലുള്ള നിരോധനവും അവരെ അറസ്റ്റ് ചെയ്യലും ഒക്കെ ക്യാമ്പസിൽ നടക്കുന്നു.